ഗാസയിൽ സമാധാനം പുലർന്നു കാണാൻ ആഗ്രഹിക്കുന്ന ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ച് ഉച്ചകോടി നടത്തുമ്പോൾ അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുകയാണ് ഇസ്രായേൽ. ഗാസ സമാധാന ഉടമ്പടിയിൽ ഒപ്പിട്ടുവെങ്കിലും സമാധാന ഉച്ചകോടിയിൽ പങ്കെടുക്കില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വക്താവ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 20ഓളം ലോക നേതാക്കൾ പങ്കെടുക്കുന്ന ഉച്ചകോടിയിലേക്ക് ഇസ്രായേലിൽ നിന്ന് ആരെയും അയക്കില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് നെതന്യാഹുവിന്റെ വക്താവ് ഷോഷ് ബെഡ്രോസിയൻ. ഉച്ചകോടിയിലേക്ക് നെതന്യാഹു എത്തുമോ എന്ന കാര്യത്തിൽ തുടക്കം മുതൽ അവ്യക്തതയുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നത്. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള വ്യക്തമായ കർമ്മ പദ്ധതിക്കൊപ്പം പശ്ചിമേഷ്യയിൽ സുസ്ഥിരമായ സമാധാനം പുലർന്നു കാണുന്നതിന് വേണ്ട നടപടികളും ചർച്ച ചെയ്യുന്നതിനാണ് ഉച്ചകോടി ചേരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ലോക നേതാക്കളും ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും അടക്കം ഉച്ചകോടിക്ക് എത്തുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ക്ഷണമുണ്ട് എങ്കിലും അദ്ദേഹം നേരിട്ട് ഉച്ചകോടിയിൽ പങ്കെടുക്കില്ല. ഈജിപ്തിലെ ചെങ്കടൽ തീരമായ ഷറാം ഉഷൈഖിലാണ് അന്താരാഷ്ട്ര ഉച്ചകോടി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി എന്നിവരുടെ അധ്യക്ഷതയിൽ 20ലേറെ രാജ്യത്തലവന്മാർ പങ്കെടുക്കും. പശ്ചിമേഷ്യൻ മേഖലയിൽ കലുഷിതമാക്കിയ സംഘർഷം അവസാനിപ്പിക്കാനും പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം ലക്ഷ്യമിട്ടുമാണ് ഉച്ചകോടി നടക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയാർ സ്റ്റാമർ, തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗൻ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജ മെലോനി, സ്പെയിൻ പ്രധാനമന്ത്രി പെദ്രോ സാഞ്ചസ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തുടങ്ങിയവർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഉച്ചകോടിക്ക് മുന്നോടിയായി ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത ശേഷമാകും ട്രംപ് ഈജിപ്തിലെത്തുക. 4 മണിക്കൂർ അദ്ദേഹം ഇസ്രായേലിൽ തങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തുന്ന ട്രംപ് പിന്നീട് നെതന്യാഹുവിനൊപ്പം ബന്ദികളുടെ കുടുംബങ്ങളുമായും സംസാരിക്കും. ഗാസ വെടിനിർത്തൽ സമാധാന പദ്ധതിയിൽ ബന്ദിമോചനവും സൈനിക പിന്മാറ്റവും അടക്കമുള്ള സുപ്രധാന നിർദ്ദേശങ്ങളിൽ മാത്രമാണ് ഇപ്പോഴും അംഗീകാരമായിട്ടുള്ളത്. ഹമാസിനെ സമ്പൂർണ്ണമായി നിരായുധീകരിക്കുന്നതടക്കമുള്ള കടുത്ത നിബന്ധനകളിലും ഗാസ പുനർനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിലും ഇന്ന് തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇസ്രായേൽ ഉന്നയിച്ച ഹമാസ് നിരായുധീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമാകാത്തതിലുള്ള എതിർപ്പ് തന്നെയാണ് ഇസ്രായേലിനെ ഉച്ചകോടിയിൽ നിന്ന് പിന്നോട്ടടിപ്പിക്കുന്നത്. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ സൈനിക നീക്കം പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ ഭീഷണി മുഴക്കിയിട്ടുമുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം കൂടിക്കാഴ്ചയിൽ നെതന്യാഹു ട്രംപിനോട് ഉന്നയിക്കും. ഉച്ചകോടിയിൽ സമാധാന പദ്ധതി അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ ഇസ്രായേൽ ആക്രമണം പുനരാരംഭിക്കുമോ എന്ന ആശങ്കയും പൊതുവെ ലോകത്തെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട്. അതിനിടെ ഗാസയിൽ യുദ്ധം അവസാനിപ്പിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇക്കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈജിപ്തിലേക്കും ഇസ്രായേലിലേക്കുമുള്ള യാത്ര ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് എന്നും ഈയൊരു നിമിഷത്തിനായാണ് എല്ലാവരും കാത്തിരിക്കുന്നത് എന്നും ഗാസയിൽ വെടിനിർത്തൽ തുടരുമെന്ന് തന്നെയാണ് തന്റെ പ്രതീക്ഷയെന്നും ട്രംപ് വ്യക്തമാക്കി. ഗാസ സമാധാന ഉച്ചകോടിക്ക് ആശംസകൾ നേർന്ന് ലിയോ മാർപ്പാപ്പയും രംഗത്തെത്തിയിട്ടുണ്ട്. ഇസ്രായേൽ പലസ്തീൻ ജനതകളുടെ ന്യായമായ ആവശ്യങ്ങളെ ബഹുമാനിച്ചുകൊണ്ടുള്ള തുടർ ചർച്ചകളുമായി സമാധാന വഴിയിൽ എല്ലാവരും ധൈര്യപൂർവ്വം മുന്നോട്ടു നീങ്ങണമെന്ന് ആശംസ നേർന്നുകൊണ്ട് ലിയോ മാർപ്പാപ്പ പറഞ്ഞു. അതേസമയം വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ തെക്കൻ ഗാസയിലേക്ക് പലായനം ചെയ്ത പലസ്തീനികൾ സ്വന്തം നാടുകളിലേക്ക് തിരിച്ചുപോകാനും ആരംഭിച്ചു. ഇസ്രായേൽ സൈന്യത്തിന്റെ ബോംബാക്രമണത്തിൽ നാമാവശേഷമായ വെറും മൺകൂന മാത്രമായ ഗാസയിലേക്കാണ് മടങ്ങിപ്പോക്ക്. ശൂന്യതയിൽ നിന്ന് സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കേണ്ടി വരും അവർ ഓരോരുത്തരും ഇനി. വെടിനിർത്തലിന്റെ ആദ്യഘട്ട നടപടിയെന്നോണം ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറിയിട്ടുണ്ട്. പ്രധാന പട്ടണങ്ങളിൽ ഇസ്രായേൽ സൈന്യം തുടരരുത് എന്നാണ് സമാധാന പദ്ധതിയിലെ പ്രധാന വ്യവസ്ഥ. തുടർന്ന് 72 മണിക്കൂറിനകം ഹമാസ് നിയന്ത്രണത്തിലുള്ള 20 മൃതദേഹങ്ങളടക്കം 48 ബന്ദികളെയും വിട്ടയക്കണം. ഇസ്രായേൽ ജയിലുകളിലുള്ള 100 കണക്കിന് പലസ്തീനി തടവുകാരെ മോചിപ്പിക്കും. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ബന്ദി കൈമാറ്റം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം സംഘർഷം അവസാനിച്ചതോടെ കെട്ടിടാവശിഷ്ടങ്ങളിൽ ഊർജിതമായ പരിശോധനകൾ തുടരുകയാണ്. വെള്ളിയാഴ്ച മുതൽ 150 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ആക്രമണങ്ങളിൽ 85% നാമാവശേഷമായ ഖാൻ യൂണിസിൽ മാത്രം 28 മൃതദേഹങ്ങളാണ് ലഭിച്ചത്. സഹായ ട്രക്കുകൾ അടിയന്തരമായി ഗാസയിലേക്ക് കടത്തിവിടാൻ മുറവിളി ശക്തമാണ്. നേരത്തെ പ്രവർത്തിച്ച 145 ഭക്ഷ്യവിതരണ കേന്ദ്രങ്ങളും വീണ്ടും തുറക്കാൻ സന്നദ്ധമാണ് എന്ന് യുഎന്നിന് കീഴിലെ ലോക ഭക്ഷ്യ പദ്ധതി അധികൃതർ അറിയിച്ചിട്ടുമുണ്ട്.